എന്തി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പ്രാർത്ഥന നമ്മൾ വന്നിട്ട് ബാക്കിയുള്ള സാധനം റെഡിയാക്കി സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇതിന്റെ മൂടൊക്കെ മൂടും അതുകൂടെ മൂടി മണ്ണ് മാറ്റി പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമുക്കിനി 16 വീടുകൾ കൂടി തറക്കല്ലിടുവാൻ ഇന്നീ ദിവസമുണ്ട്. അപ്പം മണ്ഡലത്തിന്റെ ബാക്കിയുള്ള 6 പഞ്ചായത്തിലൂടെ എത്തണം. ഇന്നിവിടെ ഒന്നുകൂടെ. അപ്പോൾ മൊത്തം നമ്മുടെ മണ്ഡലത്തിൽ 25 വീടുകൾ ചെയ്യുന്നു. 6 എണ്ണം മണ്ഡലത്തിന് പുറത്ത് മൊത്തം 31 ജൂലൈ 18 കൊണ്ട് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ 26-ാം തീയതി ഈ വീടുകളുടെ എല്ലാം നിർമ്മാണ ഉദ്ഘാടനം എന്റെ പ്രിയപ്പെട്ട അമ്മ നിലയ്ക്കൽ പള്ളിയുടെ മുകളിൽ വെച്ച് തീർച്ചയായിട്ടും അപ്പ കാണിച്ചു തന്ന മാർഗത്തിലൂടെയാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണം. ഒത്തിരി കാര്യങ്ങൾ ഞാനിത് തുടക്കം മാത്രമായിട്ടാണ് വരുന്നത്. 2 എണ്ണം തുടങ്ങി വെച്ചു. നമ്മൾ അവസാനം 25 എത്തി. എന്റെ ആഗ്രഹം വരുന്ന 10 കൊണ്ട് ഒരു 1000-ൽ പരം വീടുകൾ ചെയ്യണം. നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങി വെച്ചപ്പോൾ തന്നെ ഇത്രയും പിന്തുണ ആൾക്കാർ തന്ന എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. കാരണം 2 പേര് 2 വീട് സൗജന്യമായി ചെയ്തത്. അതിനുശേഷം ഓരോന്നിങ്ങനെ വന്ന് അവസാനം 31 ചെയ്യുവാൻ അത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ജാതി മത രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഒന്നായി കരുതിയാണ് നമ്മളിതിനെ കൊടുക്കുന്നത്. നിങ്ങളുടെ ഇനിയും പിന്തുണ ഉണ്ടാവണം. പ്രിയപ്പെട്ട ജോഷ്യ, ഞാൻ ഇതിനൊക്കെ ജോഷ്യന്റെ പിന്തുണ പൂർണ്ണ തലത്തിൽ ഉള്ളത് ഞാൻ പ്രത്യേകം സ്നേഹത്തോട് ഓർക്കുന്നു. അദ്ദേഹമാണ് ഈ ഐഡിയയുടെ തുടക്കക്കാരൻ. കാരണം സ്വാതന്ത്ര്യം എന്നുള്ള പേരിട്ട് തന്നെ ജോഷ്യന ഒക്ടോബർ 31 പരിപാടിക്ക് അദ്ദേഹം ഫുൾ നേതൃത്വം കൊടുത്തു. അന്ന് തന്നെ ജോഷ്യാനിന്റെ പേരാ സ്വാതന്ത്ര്യം എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് തുടങ്ങി കോർഡിനേറ്റർമാര് വന്നു. ആദ്യം വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങിയതാണ്. വിദ്യാഭ്യാസ പദ്ധതി പിന്നെ സ്പോർട്സിലേക്ക് വന്നു. സ്പോർട്സ് പിന്നെ പെട്ടെന്ന് വീടിലേക്ക് വന്നിരിക്കുക. മെഡിക്കൽ ക്യാമ്പ് നടത്തി. അപ്പൊ ഇങ്ങനെ നമ്മള് പല പരിപാടികൾ ഒരു പരിപാടിയും തുടങ്ങി വെച്ചു. അപ്പം വലിയൊരു അനുഗ്രഹം അപ്പയുടെയും കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുക. അതല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നതല്ല. ഇവിടെ സുധേന്റെയും പിന്തുണയുന്നുണ്ട്. ചേട്ടനെയും അതേപോലെ പുരുഷനൊക്കെ സർവാത്മന ഈ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. ഇനിയും നമുക്ക് ഒത്തിരി പേരെ സഹായിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ